കോഴിക്കട്ട ഇല്ലാണ്ട് എന്ത് കോഴിക്കട്ട ശനിയില്ലേ? ഇന്നത്തെ ദിവസം ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാര്യം ശരി, ഈ കോഴിക്കോട്ട ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഹാപ്പിനെസ്സും ഉണ്ടാവും. അതിരിക്കട്ടെ, കോഴിക്കോട്ട ശനി എന്താണെന്നറിയാമോ? പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു ലാസറിന്റെ ഭവനത്തിലെത്തിയപ്പോൾ ലാസറിന്റെ സഹോദരിമാരായ മർത്തയും മറിയവും തിടുക്കത്തില് മാവ് കുഴച്ചുണ്ടാക്കിയ വിഭവം കൊണ്ട് വലിയ വിരുന്നായ പെസഹായ്ക്ക് മുന്നേ ഈശോയ്ക്ക് ഒരു വിരുന്ന് നൽകി. ഈശോ ഭക്ഷിച്ച അവസാനത്തെ വിരുന്നായിരുന്നു അത്. ആ വിരുന്നിന്റെ അനുസ്മരണമായിട്ടാണ് അരിപ്പൊടി കൊണ്ട് കോഴിക്കോട്ട ഉണ്ടാക്കി കോഴിക്കോട്ട ശനിയായിട്ട് അനുസ്മരിക്കുന്നത്. അതായത് ക്രിസ്ത്യാനികളുടെ വലിയ നോമ്പിന്റെ 41ാമത്തെ ദിവസം ഉണ്ടാക്കുന്ന പലഹാരമാണിത്. ആഹാ, എന്താ ആവി പറക്കണേ! അങ്ങനെ കോഴിക്കോട്ട ഉണ്ടാക്കലൊക്കെ ചടപടേന്ന് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കോഴിക്കോട്ട ഉണ്ടാക്കാത്ത അയൽവക്കത്തൊക്കെ കൊടുത്തോട്ടോ. എല്ലാവർക്കും കോഴിക്കോട്ട പെരുന്നാൾ ആശംസകൾ. ആൻഡ് സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. കായൽ കരത്തിൻ വിളക്ക് പോലെ കാറ്റിൽ കെടാതെ തുളുമ്പി